നമസ്കാരം. താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. ഞാൻ കുറേ നാളുകളായിട്ട് ചെയ്തില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തു, എക്സിക്യൂട്ടീവ് യോഗം. ഇന്നലെ എക്സിക്യൂട്ടീവ് യോഗമുണ്ടെന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ എക്സിക്യൂട്ടീവ് യോഗം നടന്നു. ഓൺലൈനായിട്ടാണ് എക്സിക്യൂട്ടീവ് യോഗം നടത്തുന്നത്. കൃത്യം 3 മണിക്ക് തന്നെ യോഗം ആരംഭിച്ചു. 2.5-3 മണിക്കൂറോളം എക്സിക്യൂട്ടീവ് യോഗം ഓൺലൈനായി നീണ്ടു. ഇന്നലെ യോഗം ചേരാനുള്ള സാഹചര്യം ലക്ഷ്മിപ്രിയയും നീനാക്കുറുപ്പുമായുള്ളൊരു വിഷയമാണ്. കുടുംബസംഗമവുമായി ബന്ധപ്പെട്ട് അതിലുണ്ടായ ഒരു വിഷയത്തിൽ ലക്ഷ്മിപ്രിയ നീനാക്കുറുപ്പിനെതിരെ ഒരു ഓഡിയോ വാട്സാപ്പ് ഗ്രൂപ്പിൽ, എന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് മെമ്പർമാരുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഓഡിയോ ഇട്ടിരുന്നു. അത് ചോർത്തി നൽകുകയും പിന്നീട് സോഷ്യൽ മീഡിയയും അതോടൊപ്പം തന്നെ മുഖ്യധാര മാധ്യമങ്ങളും വാർത്തയാക്കി. എന്നാൽ ലക്ഷ്മിപ്രിയ പറഞ്ഞത് ശരിയായില്ല എന്ന് കുക്കു പറയുന്ന ഒരു ഓഡിയോ, ആ കുക്കു പറഞ്ഞ ഓഡിയോ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് മാത്രം ലഭിക്കുകയും എന്നാൽ ലക്ഷ്മിപ്രിയ പറഞ്ഞ ഓഡിയോ മറ്റെല്ലാവർക്കും, ഒരേ അംഗങ്ങൾക്കും മറ്റു സോഷ്യൽ മീഡിയയ്ക്കും അയച്ചു നൽകുകയും ചെയ്തു. ആ മറ്റ് അംഗങ്ങൾക്ക് അയച്ചു നൽകിയെന്ന് പറഞ്ഞ് ഇതിൻ്റെ എതിർവശത്ത് നിൽക്കുന്ന നീനാക്കുറുപ്പാണെന്ന് പറയപ്പെടുന്നുണ്ട്. എനിക്ക് ലഭിച്ചിട്ടില്ല, നീനാക്കുറുപ്പാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണ് ചില അംഗങ്ങൾക്ക് നീനാക്കുറുപ്പിൻ്റെ നമ്പറിൽ നിന്ന് തന്നെയാണ് പോയതെന്ന് പറഞ്ഞു. നീനാക്കുറുപ്പും ലക്ഷ്മിപ്രിയയായിട്ടുള്ള വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്നലെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേർന്നത്. ആ എക്സിക്യൂട്ടീവ് യോഗത്തിൽ തുടക്കം മുതൽ തന്നെ എല്ലാവരും ഓൺലൈനിലുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വലിയ വിവാദ വിഷയമായിട്ടുള്ള പ്രസിഡന്റ് ഇടയ്ക്ക് വന്നു പോയ ഒരു സാഹചര്യമാണ്. പ്രസിഡൻ്റൊക്കെ എവിടെയാണെങ്കിലും ഇത്രയും വലിയ വിവാദം ചർച്ച നടക്കുമ്പോൾ പ്രസിഡന്റ് ഫുൾ ടൈം ഓൺലൈനിൽ കാണേണ്ട ഒരാളാണ്. പക്ഷേ എന്നാൽ അവർക്ക് വേറെ പരിപാടികൾ ഉണ്ടായിരുന്നു എന്ന് നേരത്തെ അറിയിച്ചു എന്ന് പറഞ്ഞു. ഇടയ്ക്ക് വന്ന് കയറി അവസാന നിമിഷം മറ്റാണ് കയറിയെന്ന് പറയുന്നു. എന്തായാലും ആ യോഗം തുടങ്ങിയ ഉടൻ തന്നെ കൃത്യമായി തന്നെ ലക്ഷ്മിപ്രിയയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ ലക്ഷ്മി പറഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു, ഇത് ഞാൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് ഉപയോഗിച്ചത്. അത് എൻ്റെ വികാരമാണ്. കാരണം എനിക്കുണ്ടായ ഒരു അനുഭവം, ആ അനുഭവം നിങ്ങൾ അറിയണം, എല്ലാവരും അറിഞ്ഞിട്ടില്ല, അനുഭവം അറിയണം. ആ അനുഭവങ്ങൾ വിവരിക്കുന്നു. കാരണം ഒരു ഡാൻസുമായി ബന്ധപ്പെട്ട് ലക്ഷ്മിപ്രിയയുടെ കൂടെ നിൽക്കേണ്ട ഒരു ആർട്ടിസ്റ്റിനെ നീനാക്കുറുപ്പ് ഫാഷൻ ഷോയ്ക്കുണ്ടെന്ന് പറഞ്ഞ് കൊണ്ട് പൂട്ടിയിടുകയും പിന്നീട് ആ കുട്ടിയെ കിട്ടാതെ വരികയും 80, 55, 60, 70, 80 പ്രായമുള്ള അമ്മമാരുടെ ഒരു ഡാൻസ് പ്രോഗ്രാമായിരുന്നു. അതിന് ആ കുട്ടിയെ കിട്ടാതെ വന്നപ്പോൾ അമ്മമാർ തന്നെ വലിയ രീതിയിൽ പ്രഷറാവുകയും പിന്നീട് ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ലക്ഷ്മിപ്രിയയുടെ അടുത്ത് ആ കുട്ടി കരഞ്ഞുകൊണ്ട് വോയിസ് സഹിതം അയച്ചു എന്നാണ് പറയുന്നത്. എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്കറിയില്ല. വോയിസ് സഹിതം അയച്ചു എന്ന് പറയുന്നു. ഫോട്ടോയും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും മനസ്സിലായ ലക്ഷ്മിപ്രിയയുടെ പരിപാടിക്ക് വിടരുത്, അവിടെ ഫാഷൻ ഷോയ്ക്ക് നിൽക്കേണ്ടതാണ് നമ്മൾ കൂട്ടിയിട്ടു എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ ആ സമയത്തുണ്ടായ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ അങ്ങനെ ഉപയോഗിച്ചത്. താൻ അത് നല്ലത് പറയണം, അത്രയും ഫാഷൻ ഷോ നന്നായിട്ടുണ്ട്, അതിനെക്കുറിച്ച് നല്ലത് പറയണം എന്ന് ഓർത്തിരുന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് പറയുന്നത്. അത് ഈ കാര്യം ലക്ഷ്മിപ്രിയ തുടക്കത്തിൽ പറയുന്നു. അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കായത് ഞാൻ ക്ഷമ പറയാൻ തയ്യാറാണ്. അത് നമ്മൾ ഈ ഗ്രൂപ്പിലാണ് വന്നത്, അത് ഗ്രൂപ്പിൽ ക്ഷമ പറയാൻ തയ്യാറാണ് എന്ന് ലക്ഷ്മിപ്രിയ പല പ്രാവശ്യം പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് ആർക്കെയും വേദനിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ അതുപോലെ തന്നെ നീനാക്കുറുപ്പും ക്ഷമ പറയണം. പക്ഷേ എന്നാൽ അതിലേക്ക് ചർച്ച പോകുന്നില്ലായിരുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതിലേക്ക് ചർച്ച സെക്രട്ടറി കൊണ്ടുപോകുന്നില്ല. അതെന്താണ് ഇരട്ടത്താപ്പ് നയമല്ലേ? അപ്പോൾ പറയുന്നത് ഇത് പബ്ലിക് ഏറ്റെടുത്തൊരു വിഷയമാണ് എന്ന് വെച്ചാൽ ഈ വിഷയം പബ്ലിക് ഏറ്റെടുത്തൊരു വിഷയമായതുകൊണ്ട് പബ്ലിക്കായിട്ട് ക്ഷമ പറയണം. അപ്പോൾ കൃത്യമായിട്ട് തന്നെ ലക്ഷ്മിപ്രിയ പബ്ലിക്കിലല്ല ഞാനിട്ടത് 17 പേരുള്ള വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഞാനിട്ടത്, അവിടെയാണ് ഞാൻ ക്ഷമ പറയണം, പബ്ലിക്കായിട്ട് ക്ഷമ പറയേണ്ട കാര്യമില്ല എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു. ഇവരുടെ അജണ്ട എന്തായിരുന്നു വെച്ചാൽ ലക്ഷ്മിപ്രിയ പുറത്താക്കുക എന്നൊരു അജണ്ടയുമായിട്ടാണ് ഇവർ വന്നത്. പക്ഷേ ആ അജണ്ട നടപ്പായില്ല. ലക്ഷ്മിയെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു നടപടിയുമായിട്ട് വന്നു. തലേദിവസം ഇവർ വേണ്ടപ്പെട്ട ഒരു യോഗം ചേർന്നെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അവർ കൃത്യമായി അജണ്ട പ്ലാനാക്കി വന്നിട്ടാണ് ഇത്ര നടപടിയായിട്ട് പോയത്. പക്ഷേ എന്നാൽ അത് എതിർത്തുകൊണ്ട് കൈലാഷും ടിനി ടോമും സരയുവും സിജോയ് വർഗീസും ഉൾപ്പെടെ ഉള്ളവർ രംഗത്ത് വന്നു. അങ്ങനെ ഉള്ള മിക്ക ആളുകളും വന്നിട്ട് പറഞ്ഞു അത് നടപടിയില്ല, അങ്ങനെ പുറത്താക്കുന്നതിന് മുമ്പ് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കണം, പബ്ലിക്കായിട്ട് മാപ്പ് പറയണമെന്ന് കൈലാഷ് ചോദിച്ചു. എന്നാൽ പാലാരിവട്ടത്ത് ജംഗ്ഷനിൽ പോയിരുന്നു മാപ്പ് പറയണോ, അല്ലെ ദേശാഭിമാനി ജംഗ്ഷനിൽ പോയിരുന്നു മാപ്പ് പറയണമെന്നാണ് നിങ്ങൾ പറയണമെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മറുപടി ഇല്ലാത്തൊരവസ്ഥ വന്നു. അങ്ങനെയൊക്കെയാണ് ഇന്നലെ കാര്യങ്ങൾ നടന്നത്. പക്ഷേ അവിടെ കുറേ കാര്യങ്ങൾ നടന്നു. ആ കാര്യങ്ങൾ എനിക്ക് ലഭിച്ചതനുസരിച്ച് കാര്യങ്ങൾ കുറച്ച് പുറത്ത് പറയണമെന്നുണ്ട്. പക്ഷേ എന്നാൽ ഈ ഓഡിയോ ക്ലിപ്പ് മാധ്യമങ്ങൾക്ക് ലഭിക്കുകയും സോഷ്യൽ മീഡിയ ആളുകൾക്ക് കിട്ടുകയും അംഗങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തപ്പോൾ ഇത് ചോർത്തിയത് ആരാണെന്ന് അന്വേഷിക്കണമെന്നൊരു വാദം മുന്നോട്ട് വെച്ചപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണത്തിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. കാരണം കുക്കു പരമേശ്വരൻ്റെ ഓഡിയോ ഒരാൾക്ക് മാത്രം ലഭിച്ചിട്ടുണ്ട്. അത് ആരാണ് വെച്ചതെന്ന് അറിയണം. ഈ 17 പേരുടെ മൊബൈൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സൈബർ സെല്ലിൻ്റെ ആധുനിക സജ്ജീകരണത്തിലൂടെ അന്വേഷിക്കാൻ പറ്റും. പക്ഷേ അതിലേക്ക് ഇവർ തയ്യാറാവുന്നില്ല. പക്ഷേ ടിനി ടോം പറഞ്ഞു, ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട്, ഇതെവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് എനിക്കറിയാൻ പറ്റും, ഞാനിത് അന്വേഷിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ
ഒരു സാമട്ടിൽ സെക്രട്ടറി പറഞ്ഞ് അന്വേഷിക്കാം, പക്ഷേ ഉറപ്പായിട്ടും പറയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു മുമ്പ് ലക്ഷ്മിപ്രിയ മാപ്പ് പറയണം എന്നുള്ള കാര്യത്തിലേക്കാണ് ഇവർ പോയത്. പക്ഷേ ലക്ഷ്മിപ്രിയ പറഞ്ഞു, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് പറയേണ്ട ഒരു കാര്യമില്ല എന്ന് ലക്ഷ്മിപ്രിയ പറയുകയും ലക്ഷ്മിപ്രിയ കാര്യങ്ങൾ വിവരിക്കാൻ തുടങ്ങി. ഉണ്ടായ സംഭവങ്ങൾ വിവരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് അംഗം, മുതിർന്ന എക്സിക്യൂട്ടീവ് അംഗം പറയുകയാണ്, ഇത് കേട്ട് അടുത്ത് ഇതല്ല വേറെ എന്തെങ്കിലും പറഞ്ഞ വാക്ക് തെറ്റാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല, അൺപാർലമെൻ്റൽ വാക്കാണ്, ഇത് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ലക്ഷ്മിപ്രിയ പറഞ്ഞു, ആ മുതിർന്ന അംഗത്തിനോട് പറഞ്ഞു, കേൾക്കാൻ പറ്റില്ലെങ്കിൽ താങ്കൾ ഇറങ്ങിപ്പോയിക്കോ, താങ്കൾ മീറ്റിംഗിൽ ഇറങ്ങി, പക്ഷേ എനിക്ക് പറയാനുള്ള അവസരമാണ് ഇപ്പം, എനിക്ക് ഇപ്പോൾ കിട്ടില്ല, അവസരം കിട്ടില്ല എന്ന് കൃത്യമായി പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നത് ജോയ് മാത്യു ആണ് അങ്ങനെ ഒരു ഇടപെട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മിപ്രിയ പറഞ്ഞ മറുപടിയാണ്. പിന്നെ അൺപാർലമെൻ്ററി വാക്കാണെന്ന് പറയുമ്പോൾ അവിടെ സിജോയ് പറയുക കൃത്യമായ കാര്യം, ഇതിനു മുമ്പ് ഇവിടെ അൺപാർലമെൻ്ററി വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, പ്രസിഡന്റ് ഉപയോഗിച്ചിട്ടുണ്ട് 4 പ്രാവശ്യം. അത് ഇംഗ്ലീഷ് വേർഡാണ് ഉപയോഗിച്ചത്. 4ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ സുജോയ് ഇനി കമ്മിറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഇതിന് മാപ്പ് പറയണമെന്ന് പ്രസിഡന്റിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച ശേഷമാണ് കമ്മിറ്റി മുന്നോട്ട് പോയെന്ന്. അപ്പോൾ അന്ന് പറഞ്ഞതാണ് അൺപാർലമെൻ്ററി വാക്ക്, അത് മോശമാണ്. അപ്പോൾ മുതിർന്ന അംഗം പറയാണ്, അത് രജനീഷിൻ്റെ പുസ്തകത്തിലുള്ളതാണ് ആ ഇംഗ്ലീഷ് വാക്ക്, അത് പല സ്ഥലത്തും ഉപയോഗിക്കാവുന്ന വാക്കുകളുണ്ട്, പക്ഷേ ഇവിടെ വരുമ്പോഴായിരിക്കും അത് വേറെ വാക്കായി പോകുന്നത്, പരിഹാസത്തോടുകൂടി പറഞ്ഞു എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ടിനി ടോം നട്ടലുണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറയുന്നു. എന്തൊക്കെയാണ് നടന്നത്? താങ്കൾക്ക് ഒരു നട്ടലുണ്ടോ? ഇങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്. അവർ തമ്മിൽ വാക്ക് ഫൈറ്റ് ഉണ്ടായി എന്നാണ്, ടിനിയുമായിട്ട് വാക്ക് ഫൈറ്റ് ഉണ്ടായി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇന്നലെ നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൻ്റെ ഉള്ളിലെ കൃത്യമായ കാര്യങ്ങളാണ്, ഇല്ലെങ്കിൽ ഇവർ നിഷേധിക്കണം, ഇങ്ങനെയാണ് പറഞ്ഞതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ അതിനുശേഷം എന്തായാലും ലക്ഷ്മിപ്രിയ മാപ്പ് പറയില്ല എന്ന് പറഞ്ഞു. ലക്ഷ്മി മാപ്പ് പറയുമെന്ന് പറഞ്ഞപ്പോൾ അൺപാർലമെൻ്ററിയായ വാക്ക് ആണ് എന്ന് പറയുന്നു, അത് ഇതിനു മുമ്പ് ഉപയോഗിച്ചു എന്ന് പറയുന്നു. ഈ പരസ്യമായിട്ട് മാപ്പ് പറയുമ്പോൾ സരയു അതിനകത്ത് കാര്യങ്ങൾ ഇടപെട്ടു. ഇതിനു മുമ്പ് ആദ്യം കമ്മിറ്റി കൂടിയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ സരയു മറ്റൊരു ലേഡി മെമ്പറിനെതിരെ ഒരു വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് അത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. അവിടെ ഇരുന്ന് തന്നെ ആളുകളെ വിളിച്ചു ചോദിച്ചപ്പോൾ അത് അങ്ങനെയല്ല എന്ന് തെളിവ്. ആ മെമ്പറിനെതിരെ എന്ത് നടപടി എടുത്തു എന്ന് സരയു ചോദിച്ചു. സരയു കൃത്യമായിട്ട് കാര്യം, ആ മെമ്പറിനെതിരെ എന്ത് നടപടി എടുത്തു, പിന്നെ എന്തിനാണ് ലക്ഷ്മി ചേച്ചിക്കെതിരെ ഇത്തരം നടപടിയിലേക്ക് പോകുന്നതെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ചോദിച്ചത്. ആ മെമ്പർ ഇപ്പോഴും ഇതിനകത്തുണ്ട്, ഒരു നടപടിയുണ്ട്, ഞാനല്ല അങ്ങനെ പറഞ്ഞതെന്ന് തെളിയിക്കപ്പെട്ടു. അതിൽ കൂട്ടിച്ചോദിച്ചു, ആളുകളെ വിളിച്ചു വരുത്തി ചോദിച്ചു കമ്മിറ്റിക്കുള്ളിൽ. അപ്പോൾ ഞാനല്ല പറഞ്ഞതെന്ന് കൃത്യമായി തെളിഞ്ഞിട്ട് ആ മെമ്പറിനെതിരെ നടപടി എടുക്കാത്തവരാണോ ഈ മെമ്പറിനെതിരെ നടപടി എടുക്കാൻ പോകുന്നതെന്നാണ് സരയു ചോദിച്ചത്. അത് ശരിയായ നടപടിയല്ല. പിന്നീട് അന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, വാട്സാപ്പ് ഗ്രൂപ്പ് പൂട്ടിയ സാധനം അഡ്മിനുള്ളിലാക്കി, ലക്ഷ്മിപ്രിയയെ ഈ മെസ്സേജ് അയച്ചതിന് വേണ്ടി അഡ്മിനുള്ളിലാക്കി, ആർക്കും ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അന്ന് ആദ്യം സരയു ലെഫ്റ്റ് അടിച്ച് പോയി, പിന്നീട് ലക്ഷ്മിപ്രിയ ലെഫ്റ്റ് അടിക്കുകയുണ്ടായി. സരയു കൃത്യമായിട്ട് ചോദിക്കുന്നു, നിങ്ങളിത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളൊന്നും സംശയം, ഇങ്ങനത്തെ വാക്കുകൾ ഞങ്ങൾക്ക് കമ്മിറ്റിയിൽ കാര്യങ്ങൾ പറയേണ്ടത്, ഈ വാട്സാപ്പ് ഗ്രൂപ്പ് പൂട്ടി വെച്ചത് ശരിയായ നടപടിയല്ല എന്ന് സരയു പറഞ്ഞു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. സരയു കൃത്യമായ നിലപാടിലേക്ക് തന്നെയാണ് ഇന്നലത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നീങ്ങിയത്. പക്ഷേ അത്തരം കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സുജോയ് പറഞ്ഞ കാര്യം ഞാൻ കൃത്യമായി പറഞ്ഞു. അങ്ങനെ സുജോയ് എടുത്ത് മാപ്പ് പറഞ്ഞു. സുജോയ് പറഞ്ഞു അത് ശരിയായ നടപടിയല്ല എന്നുള്ളത് സുജോയ് വാദിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി. ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവത്തിന് അപ്പോൾ ഒരു കമ്മിറ്റി വയ്ക്കാൻ തീരുമാനിച്ചു. ഉടൻ തന്നെ ലക്ഷ്മിയെ മാപ്പ് പറയില്ല എന്ന ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഒരു കമ്മിറ്റി വേണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നു. ആ കമ്മിറ്റിയിൽ എനിക്ക് കിട്ടുന്ന വിവരം വെച്ച് ആ കമ്മിറ്റിയിൽ കൃത്യമായി 5 പേരാണുള്ളത്. ആ കമ്മിറ്റിയിൽ ആശാ അരവിന്ദ് ആ കമ്മിറ്റിയിൽ വരുന്നു. എന്നുവെച്ചാൽ ഈ വിഷയം അന്വേഷിക്കാനും ആ പരാതികൾ ബോധിപ്പിക്കാനുള്ള കമ്മിറ്റി. ആശാ അരവിന്ദ്, സന്തോഷ് കീഴാറ്റൂർ, ബിജു പപ്പൻ, സെക്രട്ടറിയായ കുക്കു പരമേശ്വരൻ, മുതിർന്ന അംഗമായ കുഞ്ചൻ ചേട്ടൻ, അതോടൊപ്പം ഈ ഇതിലുള്ള അഡ്വക്കേറ്റുമാർ എന്ന് വെച്ചാൽ സംഘടനയ്ക്കുള്ള അഡ്വക്കേറ്റുമാർ, ഇവരെ വെച്ചാണ് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ഇവരുടെ മുമ്പിൽ പറയണം. അപ്പോൾ സുജി ചോദിച്ചു, ഈ കേസിന് വേണ്ടി മാത്രമാണോ ഇങ്ങനെ ഒരു കമ്മിറ്റി എന്ന് ചോദിച്ചപ്പോൾ, ഇതിനു മുമ്പും ഇങ്ങനെ സംഭവങ്ങൾ അൺപാർലമെൻ്റായിട്ട് സംസാരം ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ഓഗസ്റ്റിലാണ് അധികാരം, അന്നു മുതൽ ഈ 6 മാസമുള്ള കംപ്ലൈൻറ്റുകൾ നമുക്ക് ബോധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ കമ്മിറ്റി എന്ന് കുക്കു പരമേശ്വരൻ പറഞ്ഞു എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെവിടെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് എന്ന നിലയിലേക്ക് ഈ കമ്മിറ്റി, ആ രീതിക്കാണ് കമ്മിറ്റി പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആലോചിക്കണം, ഇതിലുള്ളത് സെക്രട്ടറി അവരോടൊപ്പം നിൽക്കുന്നു, ലീന കുറുപ്പിനോടൊപ്പം നിൽക്കുന്നു. സെക്രട്ടറിയാണ് ഇതിനകത്ത്. ആശാ അരവിന്ദ് അവരോടൊപ്പം നിൽക്കുന്ന ഒരാളാണെന്നാണ് പറയപ്പെടുന്നത്. ആശാ അരവിന്ദ് ഇന്നലെ ആ കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയുന്നു. ആശാ അരവിന്ദ് കമ്മിറ്റിയിലുണ്ട്. കുഞ്ചറൊക്കെ മുതിർന്ന അംഗമാണ്. അപ്പോൾ ഈ കമ്മിറ്റി അംഗങ്ങളെ
തീരുമാനിച്ചുകൊണ്ടാണ് ഇന്നലെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വന്നത്. അതാണ് ഇതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഇവരൊരു യോഗം ചേർന്നിട്ടുണ്ട്, ഒരു ഓൺലൈൻ മീറ്റിംഗ് എന്തോ നടന്നിട്ടുണ്ട്. അതിൽ ഇന്ന ആളുകളെ വെക്കാമെന്ന് തീരുമാനമെടുത്ത് തന്നെയാണ് ഇവർ വന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. പുറത്താക്കുകയും ചെയ്യും. പുറത്താക്കിയിട്ട് അന്വേഷണം വേണം. അപ്പോൾ ഈ കമ്മിറ്റി അംഗങ്ങൾ മതിയെന്ന് ധാരണയോട് കൂടിയാണ് ഇവർ വന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതിനുശേഷം സന്തോഷ് കീഴാറ്റൂരും ഈ കമ്മിറ്റിയിലുണ്ട്. ലക്ഷ്മിപ്രിയ കാര്യങ്ങൾ പറഞ്ഞു. സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു വെച്ചു, പറഞ്ഞത് വീണ്ടും ആവർത്തിക്കല്ല, അത് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കല്ല, പറഞ്ഞ കാര്യങ്ങൾ മോശമായി എന്ന് സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു, താങ്കൾക്ക് ഇത് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഓഫ് ചെയ്യുക, സൗണ്ട് നോട്ട് ചെയ്തുകൊണ്ട് താങ്കൾ മിണ്ടാതിരുന്നുള്ളൂ, കേൾക്കണ്ട. എന്നോട് സെക്രട്ടറി പറയാൻ പറയുന്നു, ഞാൻ പറയുന്നു. അപ്പോൾ താങ്കൾക്ക് ബുദ്ധിമുട്ടാണ്, താങ്കൾ കേൾക്കേണ്ട. അത് സന്തോഷ് കീഴാറ്റൂരിൻ്റെ അടുത്ത് പറഞ്ഞു എന്നാണ് മനസ്സിലായത്. ആ സന്തോഷ് കീഴാറ്റൂരൊക്കെയാണ് കമ്മിറ്റിയിലുള്ളത്. അപ്പം കമ്മിറ്റി തന്നെ എങ്ങനെയുള്ളവരാണെന്ന് നമ്മൾ ചിന്തിക്കണം. ലക്ഷ്മിപ്രിയ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു കമ്മിറ്റി രൂപീകരിച്ചെന്നാണ് അവിടെ അതിൻ്റെ ഉള്ളിൽ പറയപ്പെടുന്നത്. അത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യം, 6 മാസം നടന്ന കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഈ 17 പേർക്ക് അയച്ച ഓഡിയോ എങ്ങനെ പുറത്തു പോയി എന്ന് അന്വേഷിക്കാൻ ഇവർ കൂട്ടാക്കുന്നില്ല. ആദ്യം അന്വേഷിക്കേണ്ടതാണ്. ഇതിനു മുമ്പ് ഇത്തരമൊരു പ്രവണത താരസംഘടന അമ്മയിലുണ്ടായി. ഞാനൊന്ന് റിപ്പോർട്ട് ടി വിയിലിരിക്കുമ്പോഴാണ്. അന്ന് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും വാർത്ത ചെയ്തു. എന്നിട്ട് അത് അന്വേഷിച്ച് കണ്ടെത്തിയ അതിൻ്റെ ഉള്ളിലുള്ള ആളാണെന്ന് കണ്ടെത്തുകയും അവരെ താക്കീത് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ബിനു മോഹൻ ഇത് തന്നെ പറഞ്ഞു. ഇതിനു മുമ്പ് ഇങ്ങനെ ഓഡിയോ വാർത്തകൾ ചോർന്നിട്ടുണ്ട് ബിനു മോഹനും പറഞ്ഞു. അത് എക്സിക്യൂട്ടീവ് അംഗമാണ്, ഇതിനു മുമ്പ് ചോർന്നിട്ടുണ്ട് വ്യക്തമാക്കി പറയുകയാണ് അവിടെ. ബിനു മോഹൻ പറഞ്ഞു എന്നാണ് എനിക്ക് കിട്ടുന്നത് വരും. അഞ്ജലി കൃത്യമായി പറഞ്ഞിട്ട് ലക്ഷ്മിപ്രിയ ചേച്ചിയുടെ വികാരം മനസ്സിലാണ്, ലക്ഷ്മിപ്രിയ പറഞ്ഞ വികാരം മനസ്സിലാണ്. പക്ഷേ അതിൽ പറഞ്ഞ 3-4 വാക്കുകൾ മോശമായി പോയെന്ന് അഞ്ജലി നിഷ്പക്ഷമായി നിന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിനെല്ലാം കൂടിയാണ് ഈ കമ്മിറ്റിക്കുള്ളിൽ ഇന്നലെ നടന്ന എക്സിക്യൂട്ടീവിൽ മാപ്പ് പറയുന്നത് ലക്ഷ്മിപ്രിയ. പക്ഷെ അത് പരസ്യമാക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഇന്നലെ നടന്ന യോഗത്തിൽ എല്ലാവരും ജയൻ ചേർത്തല ഇടയ്ക്ക് കയറി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. പക്ഷേ പ്രസിഡന്റ് അവസാന നിമിഷമാണ് കയറിയത്. പ്രസിഡന്റ് അപ്പോൾ വേറെ ഒരു രീതിയിലുള്ള സംസാരമായിരുന്നു. ഇത് തുടക്കം മുതൽ ഇതൊന്ന് യോജിച്ചു പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്, ഒന്നും നടക്കുന്നില്ല, എന്താണ് ഇങ്ങനെയെന്നുള്ള ഒരു അധ്യാപക ചമയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നാണ് കിട്ടുന്ന വിവരം. എന്തായാലും ഇതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. ഇത്രയും ഇന്നലെ നടന്നു. ഇതിൽ കൂടുതൽ നടന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ ഇന്നലത്തെ മീറ്റിങ്ങിൽ സംസാരം ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. നമുക്ക് പല ആളുകളിൽ നിന്നും കിട്ടിയത്, പല ആളുകളെ വിളിച്ചപ്പോഴാണ് ഈ വാർത്തകളെല്ലാം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കണമെന്നും എനിക്കുണ്ടായത്. കാരണം ഞാൻ ഈ വാർത്ത ഇത്രയും നാളും അമ്മയുടെ വാർത്തകളൊന്നും അമ്മ നല്ല രീതിക്ക് പോട്ടെ, നല്ല രീതിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുടുംബസംഘവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടാവുകയും അമ്പല കമ്മിറ്റിയിൽ നിന്ന് പണം വാങ്ങുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ വാർത്ത അപ്പോഴും ഞാൻ കൊടുത്തില്ല. കാരണം സംഘടനയ്ക്കൊരു ഫണ്ട് കിട്ടുന്നതല്ലേ. പക്ഷേ നിരന്തരം ഈ വാർത്തകൾ മറ്റുള്ളവരെല്ലാം കൊടുക്കുന്നു. ഞാൻ കൊടുക്കുമ്പോൾ മാത്രമായിരുന്നു ഈ താരസംഘങ്ങളിലുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ അഭിപ്രായ വ്യത്യാസം. ഹൈദരലിക്ക് അങ്ങനെ വാർത്ത കിട്ടും, പക്ഷേ എന്നിട്ടും അപ്പുറത്തേക്ക് വാർത്തകൾ കിട്ടിയതിൻ്റെ തെളിവ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു. മറ്റ് ചാനലിൽ വാർത്തകൾ വരുന്നു. ഒരു യൂട്യൂബറുടെ അടുത്ത് കുക്കു പരമേശ്വരൻ ഓഡിയോ ഉൾപ്പെടെ വാർത്ത. കുക്കു പരമേശ്വരൻ ഓഡിയോ എങ്ങനെ പോയി? എന്നാൽ കുക്കു പരമേശ്വരൻ എൻ്റെ സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറി. കുക്കു പരമേശ്വരൻ ഇന്നലത്തെ ഒരു മീറ്റിംഗ് എൻ്റെ ഓഡിയോ വരെ ചോർന്നു എന്ന് ആർജവത്തോടുകൂടി പറയാനുള്ള ഒരു ചങ്കൂറ്റം അവിടെ കാണിച്ചില്ല എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഓഡിയോ ചോർത്തി കൊടുത്ത ആരാണെന്ന് എനിക്ക് കണ്ടെത്തണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഇതിന് മുമ്പ് നടന്ന സംഭവത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ ഓഡിയോ ചോർത്തിയത് ആരാണെന്ന് എനിക്ക് കണ്ടെത്തണമെന്ന് അന്നത്തെ ഓഡിയോ ചോർത്തിയ ആളെ കണ്ടെത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയായിരുന്നു. അതായിരുന്നു വെല്ലുവിളി ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഞാനൊരു ഓഡിയോ ഇട്ട് എൻ്റെ ഓഡിയോ എങ്ങനെ ഈ കമ്മിറ്റിക്ക് ചോർന്നു അതെനിക്ക് കണ്ടെത്തിയപ്പെട്ടു, അതിന് ഏതറ്റം വരെ പോകുന്നതാണ് അന്നത്തെ കമ്മിറ്റി പറഞ്ഞത്. പക്ഷേ ഈ കമ്മിറ്റിയിൽ കുക്കു പരമേശ്വരൻ ഓഡിയോ ചോർന്നിട്ട് കുക്കു അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെയാണ് ഇന്നലെ കമ്മിറ്റിയിൽ ലക്ഷ്മിപ്രിയക്കെതിരെ ആരോപണമായിട്ട് വരികയും അതിന് മാപ്പ് പറയിപ്പിക്കാനുള്ള നടപടിയുമായി പോയി, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്ത നടപടിയിലേക്ക് പോയതെന്ന് വേണം നമുക്ക് വിചിത്രമായ ഒരു കാര്യം. അതോടൊപ്പം ലക്ഷ്മിപ്രിയ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ തനിക്കെതിരെ ഊമക്കത്ത് അയച്ചതുമായി ബന്ധപ്പെട്ട് ഊമക്കത്ത് അയച്ചത് ആരാണെന്ന് എനിക്കറിയാം, അതിനെതിരെ ഇവിടെ നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും അപ്പോൾ തന്നെ ടിനി ടോം അതിലിടപെട്ടു എന്നാണ്. ടിനി ടോം പറഞ്ഞു, ഇവിടെ നിന്ന് വാർത്തകൾ ചോർത്ത് ആലപ്പി അഷ്റഫ് വാർത്ത ചെയ്തപ്പോൾ ആലപ്പി അഷ്റഫിന് വാർത്ത ചോർത്തിക്കൊടുത്ത ആരാണെന്ന് എനിക്കറിയാം, തെളിവ് സഹിതം നിരത്തുമെന്ന് പറഞ്ഞപ്പോൾ ആ വാർത്ത കൊടുത്ത ആൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ മുഖഭാഗത്തിൽ നിന്നും എല്ലാവരും വായിച്ചെടുത്തു എന്ന് പറയുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെ വ്യക്തമായി പറയുന്നു. പക്ഷേ ഈ ലക്ഷ്മിപ്രിയ ചെയ്തത് അത് അപ്പോഴുണ്ടായ വികാരത്തിൻ്റെ പുറത്തിൽ അവർക്കുണ്ടായ വേദനയുടെ അടിസ്ഥാനത്തിൽ ഒരു ഓഡിയോ 17 പേരുള്ള ഗ്രൂപ്പിലെടുത്തു, അതിൽ നിന്നും ചോർന്നു പോകുന്നു, സോഷ്യൽ മീഡിയയിൽ വാർത്തയാവുന്നു, പബ്ലിക് എടുത്ത് ആ വാർത്ത വലിയ രീതിയിൽ ആഘോഷമാക്കുന്നു. അത് ഉണ്ടാകുന്ന ഡാമേജ്
വലുതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. താരസംഘടന അമ്മ എത്രയോ ആളുകൾ അധ്വാനത്തിൽ നിന്നുണ്ടായ താരസംഘടനയാണ്. എത്രയോ നല്ല നല്ല ആളുകൾ ഈ പദവിയിലിരുന്നാണ്, ഇത്തരം പദവിയിൽ ഇരുന്നതാണ്. ഒന്ന് ആലോചിച്ച് വെക്കണം, ആ പദവിയിലിരുന്ന കസേരയ്ക്കുള്ള ഒരു വില പോലും കൽപ്പിക്കാതെയാണ് താരസംഘടന അമ്മ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിൽ മുതിർന്ന അംഗങ്ങൾ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണുമെന്നാണ് മറ്റുള്ളവർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ പല മുതിർന്ന അംഗങ്ങളും ചേച്ചിമാർ, അമ്മമാർ എന്നെ വിളിച്ചു, എന്ത് സങ്കടത്തോടുകൂടി എന്നോട് ഇതിനു മുമ്പ് എന്നോട് സംസാരിച്ചവരുണ്ട്, എന്ത് സങ്കടത്തോടുകൂടി പറഞ്ഞു എന്നറിയോ. ഈ ഡാൻസുമായി ബന്ധപ്പെട്ട അമ്മമാർ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞു, ശരിയാണ് മോനെ, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി, ഞങ്ങൾക്ക് ഭയങ്കര വേദന ഉണ്ടായി, ഞങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യേണ്ട ഒരു കുട്ടിയെ കാണാനില്ല, അപ്പോൾ ഞങ്ങളൊക്കെ മനസ്സുകൊണ്ട് ശപിച്ചു. അത് പിന്നീട് സത്യം വന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ആ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ അമ്മമാർ വരെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് വെക്കണം. അപ്പം ഒരാളിൽ 2-3 ഐറ്റത്തിൽ കൂടുമ്പോൾ ആശാരവിന്ദൻ ഒരാൾ 2-3 ഐറ്റത്തിൽ കൂടുമ്പോൾ ഇതിന് മുമ്പ് പ്രശ്നമുണ്ടാകുമെന്ന് ആശാരവിന്ദോടെ അവതരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ്. മറ്റേ കുട്ടി അവിടെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നു, ഈ ഷോയ്ക്ക് വരാൻ വേണ്ടി ഡ്രസ്സ് ഇട്ടേക്കുന്ന ഫോട്ടോ വരെ അയച്ചു കൊടുത്തു. ഈ അമ്മമാർ കിടന്ന് ഓഡിയോ വരെ, അമ്മമാർ കരഞ്ഞു പറയുന്ന ഓഡിയോ വരെ ലക്ഷ്മിപ്രിയയുടെ അടുത്തുണ്ടെന്നാണ്, തെളിവായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നലെ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നടന്നത്. എന്തായാലും വളരെ നാണക്കേടിലേക്ക് തന്നെയാണ് സംഘടന പോകുന്നത്. അതിന് മുമ്പ് വലിയ തീരുമാനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. പല ആളുകളും അസ്വസ്ഥരാണ്. ഞാനുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ അസ്വസ്ഥരാണ്. നമുക്ക് വളരെ മോശം പ്രവണതയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. എന്തായാലും ഇന്നലെ നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലെ നമുക്ക് ലഭിച്ച ഒരു ഭാഗങ്ങളാണ് ഞാൻ അവതരിപ്പിച്ചത്. ഇനി മറ്റുള്ളവർക്ക് വേറെ പറയാനുണ്ടാവും, മറ്റുള്ളവർക്ക് വേറെ കിട്ടുമായിരിക്കും. എന്തായാലും ഏറ്റവും എനിക്ക് ഒരു ജനറൽ സെക്രട്ടറിയുടെ ഓഡിയോ ചോർന്നിട്ട് ആ ഓഡിയോയെക്കുറിച്ച് അന്വേഷിക്കാൻ പോകും. അത് അന്വേഷിക്കണമെന്ന് ഇന്നലെ പറഞ്ഞില്ല എന്നത് ഓർക്കുമ്പോഴാണ് ഇതിൻ്റെ വിചിത്രമായ നാടകം മനസ്സിലാവുന്നത് എന്ന് വേണം പറയാൻ. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.